നമസ്കാരം. വയനാട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മനസ്സിൻ്റെ ഓർമ്മിക്കുമ്പോൾ മനസ്സിനൊരു പ്രയാസം പോലെ. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ വയനാട്ടിൽ പൊലിഞ്ഞുപോയ ആ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും പിതാമഹന്മാർക്കും അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഒഴുക്കിൽപ്പെട്ടു പോയി. നമ്മൾ എല്ലാവരും സുഖമായി അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷേ അവർ കുറച്ച് പേരിന്ന് ഈ ഭൂമിയിലില്ല. ഇത് എപ്പോഴും എവിടെയും ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ആ പൊലിഞ്ഞുപോയ അവരുടെ ആത്മാവുകൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥനയാണോ അതെന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടെങ്കിലും 2-3 വരി അവരെക്കുറിച്ച് ഞാൻ പാടി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുകയാണ്. ഒന്നും കൊടുക്കാനോ എൻ്റെ കയ്യിലൊന്നും അവർക്ക് കൊടുക്കാനോ ഒന്നും ഞാൻ പാവപ്പെട്ട എൻ്റെ കയ്യിലൊന്നുമില്ല. കൊടുക്കണമെന്നല്ല 100 മനസ്സ് 1000 മനസ്സുണ്ട്. പക്ഷേ നമുക്കൊന്നും ഈശ്വരൻ ഈ കണ്ട ഉയിരും ആയുസ്സും ഉടലും മാത്രമല്ലാതെ ഒന്നും നമുക്കില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയോടെ പാടിയ വരികൾ വന്നെത്തിയതാണ്. ഏത് വരി? 2 വരി ഞാൻ ഇതിലോട്ട് പാടിയിട്ടുണ്ട്. ഒരു രാവിലുറങ്ങിയ നേരം നിങ്ങൾ അറിയാതെ ഒഴുകി മറഞ്ഞുപോയി. ഒരു രാവിലുറങ്ങിയ നേരം നിങ്ങൾ അറിയാതെ ഒഴുകി മറഞ്ഞുപോയി. 1000 സ്വപ്നങ്ങൾ കണ്ടുറങ്ങി നിങ്ങൾ പുലരുവാനായി കിടന്നുറങ്ങി. നിങ്ങൾ പുലരുവാനായി കിടന്നുറങ്ങി. ഒരു രാവിലുറങ്ങിയ നേരം നിങ്ങൾ അറിയാതെ ഒഴുകി മറഞ്ഞുപോയി. മനുഷ്യനെന്തിനു കലഹം? ഒരു നിമിഷം കൊണ്ട് തീരുന്നതല്ലേ. മനുഷ്യനെന്തിനു കലഹം? ഒരു നിമിഷം കൊണ്ട് തീരുന്നതല്ലേ. കണ്ണടഞ്ഞ് തെളിയുന്ന നേരം മറഞ്ഞു പോകില്ലേ നമ്മൾ? ഒന്നും അറിയാതെ പോകില്ലേ നമ്മൾ? ഒരു രാവിലുറങ്ങിയ നേരം നിങ്ങൾ അറിയാതെ ഒഴുകി മറഞ്ഞുപോയി. ഉറ്റവരെവിടെ? ഉടയവരെവിടെ? ജന്മം തന്നൊരു മാതാവെവിടെ? ഉറ്റവരെവിടെ? ഉടയവരെവിടെ? ജന്മം തന്നൊരു മാതാവെവിടെ? പെറ്റു വളർത്തിയ മക്കളെ പോലും മാറോടണയ്ക്കാൻ കഴിയാതെ പോയി. പെറ്റു വളർത്തിയ മക്കളെ പോലും മാറോടണയ്ക്കാൻ കഴിയാതെ പോയി. ഒരു രാവിലുറങ്ങിയ നേരം നിങ്ങൾ അറിയാതെ ഒഴുകി മറഞ്ഞുപോയി.